നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. വെറ്റിലപ്പാറ 13-ലായിരുന്നു കാട്ടാനകളുടെ വിളയാട്ടം. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശങ്ങളിൽ ആനകൾ സ്ഥിരമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് ദുരിതമായി. എടത്തുരുത്തിയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. എടത്തുരുത്തി പറയൻകടവ് പാലത്തിനടുത്താണ് പൈപ്പ് പൊട്ടിയത്. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ മാറ്റം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വാടച്ചാൽ വാച്ചുമരത്ത് റോഡിന് കുറുകെ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ KSRTC ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു. 1 പവന് 120 രൂപ വർദ്ധിച്ച് 60,880 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 7,610 രൂപയായി. ജില്ലയിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നവരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും. ശോച്യാവസ്ഥയിലായ പഴഞ്ഞി കോട്ടോൽ ത്വക്ക് രോഗാശുപത്രിയിലെ ഗാന്ധി പ്രതിമ സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. വർഷങ്ങൾക്ക് മുമ്പ് പ്രതിമയിൽ വിള്ളലുകൾ വന്നപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ പ്രതിമ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. അയനം A. അയ്യപ്പൻ കവിതാ പുരസ്കാരം TP വിനോദിന്. വിനോദിന്റെ സത്യമായും ലോകമേ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 11,111 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 12-ന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കരിക്കാട് പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സുബൈറിന്റെയും ഇല്യാസിന്റെയും ഓർമ്മയ്ക്കായി ചാരിറ്റി സൊസൈറ്റി രൂപീകരിച്ചു. സൊസൈറ്റിയുടെ ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം CPM ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി നിർവഹിച്ചു. RSS BJP ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കുക, കൊടുങ്ങല്ലൂരിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിലെ റേഷൻ വിതരണം ഫെബ്രുവരി 2 വരെ നൽകും. സമരം മൂലം റേഷൻ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് 2 ദിവസം കൂടി നീട്ടുന്നത്. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യത്തിന്റെ കുറവില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കി. ചൊവ്വല്ലൂർ മാന്തോപ്പ് വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 24-ന് നടക്കും. നാമനിർദ്ദേശ പത്രിക ഫെബ്രുവരി 6 വരെ സമർപ്പിക്കാം. 7-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 10-ആണ്. ഫെബ്രുവരി 1 മുതൽ 7 വരെ തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ആർമിയിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കും. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട്, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 3,381 ഉദ്യോഗാർത്ഥികൾക്കായാണ് റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് NGO അസോസിയേഷൻ ഇന്ദിരാഭവനിൽ ഗാന്ധി അനുസ്മരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ദിനാചരണം DCC സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസഫ് പെരുമ്പിള്ളി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു.
മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആദരിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PK രാജൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുതൂർക്കര കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. മുതിർന്ന നേതാവ് RV മണി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വരയിടം പാപ്പാനഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 46-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. DCC അംഗം ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെറിറ്റ് ഡേയും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള P ലോകനാഥൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം വട്ടേക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. കേന്ദ്ര ധനകാര്യ ഗ്രാന്റ് 55 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ശിലാസ്ഥാപനം കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. സർക്കാരിന്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും കർഷകദ്രോഹ നടപടിക്കെതിരെ കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PJ ജയദീപ് ഉദ്ഘാടനം ചെയ്തു. യന്ത്രക്കൊയ്ത്ത് നേരിൽ കണ്ടു മനസ്സിലാക്കാനായി ആലത്തൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊടകര കാരൂർ പാടം സന്ദർശിച്ചു. കൊടകര പഞ്ചായത്തിന്റെ മികച്ച യുവ കർഷക പുരസ്കാര ജേതാവ് MT സലീഷിന്റെ പാടശേഖരമാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേലയ്ക്ക് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടത്തി. ഫെബ്രുവരി 4-നാണ് ഭരണിവേല. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴുവിൽ സെന്ററിലുള്ള റേഷൻ കടയിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയ്യാനി അധ്യക്ഷനായി. അന്തിക്കാട് പഞ്ചായത്ത് വനിതാ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷഹീർ അധ്യക്ഷനായി. തളിക്കുളം പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി സമരം ഉദ്ഘാടനം ചെയ്തു. മാളയിൽ D-ഫോൺ കലോത്സവത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ അറസ്റ്റിലായ KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. SFI പ്രവർത്തകനെ KSU നേതാക്കൾ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സൈബർ കുറ്റകൃത്യങ്ങളും ലഹരി കേസുകളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ലഹരിമുക്തമാക്കാൻ SSFന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. തൃശൂരിൽ നടക്കുന്ന ക്യാമ്പയിൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P മുഹമ്മദ് സാദിഖ് നിസാമി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്ക് വെള്ളിയാഴ്ച ചാലക്കുടി ചായ്പൻകുഴിയിൽ സ്വീകരണം നൽകും. സ്വീകരണ സമ്മേളനത്തിൽ UDF നേതാക്കൾ പങ്കെടുക്കും. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ജസ്റ്റിസ് കമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കുരിയച്ചിറയിൽ ശനിയാഴ്ച നടക്കും. രാവിലെ 10:30 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പാണഞ്ചേരി പഞ്ചായത്ത് മുൻ അംഗവും PG
പട്ടികജാതി പട്ടികവർഗ റിസർവേയർ ഫിഷറീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റുമായ അംബിക ചിദംബരൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരം 81 ദിവസം പിന്നിട്ടു. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടികജാതി വ്യവസായ സമുച്ചയത്തിലെ മുറി ലേലം ചെയ്തെടുത്ത് 6018 രൂപ ഡെപ്പോസിറ്റ് കെട്ടിവെച്ചിട്ട് 7 മാസം കഴിഞ്ഞിട്ടും സംരംഭം തുടങ്ങാൻ പഞ്ചായത്ത് ഭരണസമിതി അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം. അന്തിക്കാട് കണ്ടത് പുലിയല്ല കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചു. പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകരെത്തി പരിശോധിച്ചാണ് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചത്. പീച്ചി തെക്കേക്കുളം ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി. വാർഡ് മെമ്പർ ബാബു തോമസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ബഹളം വെച്ച് ആനയെ തുരുത്തി കാട്ടിലേക്ക് തിരിച്ചയച്ചു. മാളയിൽ ഡിഫോൺ കലോത്സവത്തിലുണ്ടായ ആക്രമണം ഏകപക്ഷീയവും അപലപനീയവുമാണെന്ന് SFI ജില്ലാ കമ്മിറ്റി. കലോത്സവം ബൈലോ പ്രകാരമല്ല നടത്തിയതെന്നും തുടക്കം മുതലുള്ള വീഴ്ചയും വിധിനിർണയത്തിലെ അപാകതയും ചൂണ്ടിക്കാട്ടിയതിനാണ് KSU ആക്രമണം നടത്തിയതെന്ന് SFI. കണ്ടശാം കടവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. അരുൺ, ശ്രീധർ, ശ്രീരാഗ്, അലൻ, പ്രവാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാട്ടക്കാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിന അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. തൃശൂർ വിമല കോളേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KM മാണിയുടെ 92ാം ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു. കുളങ്ങാട്ടുകരയിലെ ശാന്തി ഭവനിൽ നടന്ന അനുസ്മരണ പരിപാടി കോളനി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ലഹരി വിമുക്ത കേരളത്തിനു വേണ്ടി മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് നടത്തുന്ന 102 മണിക്കൂർ ഉപവാസത്തിന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ തുടക്കമായി. മുൻ മന്ത്രി VC കബീർ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ഉപവാസം സമാപിക്കും. കേരള കോൺഗ്രസ് നേതാവ് KM മാണി അനുസ്മരണത്തിന്റെ ഭാഗമായി കാരുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുൻ മന്ത്രി AC മൊയ്തീൻ MLA നിർവഹിച്ചു. നെടുപുഴ കസ്തൂർബ കേന്ദ്രം വനിതാ ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷത വഹിച്ചു. പോലീസ് CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DIG ഓഫീസ് കവാടം ഉപരോധിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ തൃശൂർ മേഖലാ സമ്മേളനം വിയൂരിൽ സംഘടിപ്പിച്ചു. KSMA ജില്ലാ പ്രസിഡന്റ് TG ബാബു ഉദ്ഘാടനം ചെയ്തു. കൊടകര സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നാനോ വളങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. 10,000 വാഴകൾ കൃഷി ചെയ്യുന്ന മനോജ് വടക്കുനാലത്തിനെ സെമിനാറിൽ ആദരിച്ചു. ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. NK അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെയും മമ്മിയൂർ ഫ്ലൈ ഓവർ നിർമ്മാണവും സംബന്ധിച്ച് ഭൂ ഉടമകളുമായി ചർച്ച നടത്തി. പാവറട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവറട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പൂച്ചക്കുന്ന് സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. വില്ല പ്രൊജക്ടിന്റെ ഉടമയെയും സഹോദരനെയും അച്ഛനെയും മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. മുണ്ടൂർ കൊട്ടേക്കാട് റോഡിലെ ഒനിക്സ് വില്ല പ്രൊജക്ട് ഉടമയ്ക്കും കുടുംബാംഗങ്ങൾക്കുമാണ് കഴിഞ്ഞ വർഷം മാർച്ച് 13-ന് മർദ്ദനമേറ്റത്. നിരോധിത ലഹരി മരുന്നായ MDMA യുമായി യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു.
കിങ്ങിണി എന്നറിയപ്പെടുന്ന മാന്നാമംഗലം മരോട്ടിച്ചാൽ തെക്കേയിൽ 31 വയസ്സുള്ള ഷിജോയാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡിലെ അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണോദ്ഘാടനം MLA മുരളി പെരുന്നള്ളി നിർവഹിച്ചു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 3, 4, 5 എന്നീ തീയതികളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. മുൻ മന്ത്രി KM മാണിയുടെ ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു. കേരള കോൺഗ്രസ് എം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മിഷൻ കോട്ടേഴ്സ് ഗാന്ധി സ്ക്വയറിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഡിവിഷൻ കൗൺസിലർ ലീല വർഗീസ് ഗാന്ധി പ്രതിമയിൽ ഹാരം അണിയിച്ചു. CK ജോയ് ജോസഫ്, രാജൻ ജോസ് മണ്ണുത്തി, ബൈജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.